ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും ശുശ്രൂഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സിയോൻ യാത്രയിൽ എന്നും ഓരോ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് തരുന്നതായ വിലയേറിയ സമയങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മെ കഴുകുന്ന, നമ്മുടെ വസ്ത്രത്തെ കഴുകിത്തരുന്ന, ജീവിതത്തെ കഴുകിത്തരുന്ന കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൻ്റെ മുമ്പിലാണ് നാം വന്ന് എത്തി നിൽക്കുന്നത്. ഞാൻ ഒരു വിവാഹത്തിന് പോയി എന്നിരിക്കട്ടെ. എൻ്റെ ഈ വെള്ള ഷർട്ടിൽ അല്പം അച്ചാറ് വീണു, പിക്കിള് വീണു, ഒരു ചെറിയ ചുവന്ന പാടുണ്ടായി. ഞാനത് മാറാൻ ഏതെങ്കിലും വല്ല പേസ്റ്റോ അങ്ങനെ ഏതെങ്കിലും കാര്യം ഉപയോഗിച്ച് ആ ഭാഗം ഒന്ന് കഴുകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരു വസ്ത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമല്ല കഴുകുന്നത്. നാം ആഗ്രഹിക്കേണ്ടത് ഒരു ചെറിയൊരു ഭാഗം മാത്രം കഴുകാനല്ല നാം ആഗ്രഹിക്കേണ്ടത്. കർത്താവേ, എൻ്റെ വസ്ത്രത്തിൻ്റെയോ എൻ്റെ ഹൃദയത്തിൻ്റെയോ എൻ്റെ അവയവങ്ങളുടെയോ ഏതെങ്കിലും ഒരു ഭാഗം കഴുകാനല്ല ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ എന്നൊരു തിരുവചനമുണ്ട് വേദപുസ്തകത്തിൽ. ശലോമോൻ രാജാവാണ് പറഞ്ഞത്, നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, വെളുത്തിരിക്കട്ടെ, വെണ്മയായിരിക്കട്ടെ. എൻ്റെ ജീവിതം വെണ്മയായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ആയിരിക്കണം എന്നല്ല ശലോമോൻ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ പറയുന്നത്. ഇന്ന് നാം അല്പസമയം ചിന്തിക്കുന്നത് ശലോമോൻ രാജാവിനെ പറ്റിയാണ്. ശലോമോൻ, ദൈവത്തിന് സ്തോത്രം. ഈ പറഞ്ഞതായ ശലോമോൻ മരണത്തിൻ്റെ അവസാന സമയം കിടക്കുമ്പോൾ, പറഞ്ഞല്ലോ, നാം ഭാവനയിൽ കാണുക നാം നല്ല വെളുത്ത വെണ്മയുള്ള വസ്ത്രം ധരിച്ച്, അത് ആത്മാവിൻ്റെ വെണ്മയാണ്, ആത്മാവിൻ്റെ തേജസ്സാണ്. അങ്ങനെ ജീവിക്കുന്നൊരു ജീവിതമുണ്ട്. എന്നാൽ അങ്ങ് മരണത്തോടടുക്കുമ്പോൾ, ഇപ്പോൾ സാധാരണ നാം പലരെയും കാണാറില്ലേ, ഏതെങ്കിലും പ്രത്യേകതരം രോഗം ബാധിച്ചവർ, അവരുടെ ശരീരം മുഴുവൻ അങ്ങ് കറുത്ത് അങ്ങ് ഒരു പ്രത്യേക ഭാവത്തിലായി പോകുന്നത് നാം കാണാറുണ്ട്. ശരീരത്തിൻ്റെ വെളുപ്പോ വസ്ത്രത്തിൻ്റെ വെളുപ്പോ ശരീരത്തിൻ്റെ കറുപ്പോ അല്ല ഈ പറയുന്നത്. ആത്മാവിൻ്റെ വസ്ത്രം ഒരിക്കലും കറയുള്ളതോ കളങ്കമുള്ളതോ ആയിരിക്കരുത്. മോണിമെൻറ്റ്സ്, വേദപുസ്തകത്തിലെ ചില ഓർമ്മസ്തംഭങ്ങൾ. ഇന്ന് ദാവീദ് രാജാവിൻ്റെ മകനായ ശലോമോൻ രാജാവ് അങ്ങനെ ഒരു ഓർമ്മസ്തംഭമായി വേദപുസ്തകത്തിൽ നിൽക്കുകയാണ്. നാം എന്തിനാണത് പഠിക്കുന്നത്? എൻ്റെ കർത്താവേ, അങ്ങ് നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെണ്മയായിരിക്കട്ടെ എന്ന് പറഞ്ഞതായ ശലോമോൻ രാജാവ് അവസാന കാലത്ത് ഏറ്റവും ദയനീയമായ രീതിയിൽ ആത്മാവിൻ്റെ വിളക്കെല്ലാം കെട്ട് ഈ ലോകത്തിൻ്റെ അടിമയായി, വിഗ്രഹങ്ങൾക്ക് അടിമയായി മരിച്ച് കടന്നുപോയ ഒരു ചരിത്രമാണ് തിരുവചനം പറയുന്നത്. അപ്പോസ്തലൻ ഗലാത്യരോട് പറഞ്ഞു, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്? അതിനൊരു പോസിബിലിറ്റി, അതിനൊരു സാധ്യത ആത്മീക ജീവിതത്തിലുണ്ട്. ആത്മീകമായി ആരംഭിച്ചു, പക്ഷേ ജഡത്തിൽ പോയി അവസാനിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാൻ 90-ാമത്തെ വയസ്സിൽ പത്മോസ് ദ്വീപിൽ കടക്കുമ്പോൾ സർദീസിലെ സഭയോട് പറഞ്ഞു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ നിങ്ങൾക്ക് സർദീസിലുണ്ട് എന്ന്. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ. അപ്പോസ്തലനായ യോഹന്നാൻ അത് പറയാൻ പ്രാഗൽഭ്യമുണ്ട്. എന്നാൽ ശലോമോൻ രാജാവിനത് പറയാൻ പ്രാഗൽഭ്യമില്ല. കാരണം സ്വന്തം ജീവിതത്തിൽ കേടുപാടുകളുണ്ട്. നാം അതിലേക്കാണ് വരുന്നത്. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാനോ ഒരിക്കൽ ദൈവത്തിൻ്റെ വിളി കേട്ടു. യോഹന്നാനും യാക്കോബും ഗലീല കടലിൽ മീൻ പിടിച്ചിട്ട് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു വന്ന് വിളിച്ചു, എന്നെ അനുഗമിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നെ അനുഗമിക്കുക, ദൈവത്തിന് സ്തോത്രം. അതൊരു മൃദുസ്വരമാണ്, അതൊരു അനുഗ്രഹീതമായ സ്വരമാണ്. ഭാഗ്യവശാൽ നമുക്ക് ആ സ്വരം കേൾക്കാനാണ് കർത്താവ് ഭാഗ്യം തന്നത്. ഈ ശലോമോൻ രാജാവിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായൊരു ജനനമായിരുന്നു. ശലോമോൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സമാധാനപ്രിയൻ എന്നാണ്. ശലോമോൻ രാജാവ് ജനിക്കുന്നത് അന്ന് ദാവീദ് ബേർഷേബയുമായുള്ള ബന്ധത്തിൽ വലിയ തെറ്റുപറ്റി ദാവീദ് രാജാവിന്. അന്ന് ബേർഷേബ പ്രസവിച്ചു, ആ കുഞ്ഞ് മരിച്ചുപോയി. ആ മരിച്ച സമയത്ത്
ദാവീദ് രാജാവ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്നു. ദൈവം ദുഃഖിച്ചു എന്ന് മനസ്സിലായി. ആ കാലത്താണ് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് സംസാരിക്കുന്നത്. അന്ന് ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളാണ് 51 സങ്കീർത്തനം, 102 സങ്കീർത്തനം, 31 സങ്കീർത്തനം, അങ്ങനെ അനേകം സങ്കീർത്തനങ്ങൾ, അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി. അങ്ങനെ ജീവിതത്തിൽ ഒരു പുനഃപ്രതിഷ്ഠ ദാവീദ് നടത്തി. ആ കാലത്ത് വീണ്ടും ദാവീദിന് ബേർശേബയിൽ ജനിക്കുന്ന മകനാണ് ശലോമോൻ രാജാവ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിന് വേണ്ടി, തൻ്റെ പിൻഗാമിയാകുന്നതിന് വേണ്ടി എവിടെ തെറ്റുപറ്റിയോ അവിടെ നിന്ന് തുടങ്ങിക്കൊടുക്കുന്ന ജീവനുള്ള ദൈവം. ഇങ്ങനൊരു ദൈവത്തെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനേകം കുടുക്കുകളും കെണികളും പാകപ്പിഴകളും പരാജയങ്ങളും തോൽവികളും ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അനേകം അനുഭവങ്ങൾ ഉണ്ടായിട്ടും നാം ദൈവസന്നിധിയിൽ ചെന്ന് അത് ഏറ്റുപറഞ്ഞ് നാം തിരുത്താൻ തുടങ്ങുമ്പോൾ, നാം തിരുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നതെല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. ദാവീദ് അന്ന് വലിയ തെറ്റുപറ്റിയ ആളാണെങ്കിലും ആ ദാവീദിൻ്റെ തലമുറയിൽ തന്നെ ശലോമോൻ എന്ന് പറയുന്ന ഒരു മകനെ ദൈവം ദാവീദിന് കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഇരുന്ന കാലത്ത് ദാവീദ് ജനിച്ച മകനാണ് ശലോമോൻ. അവിടെ ഒരു കാര്യം പറയാനുണ്ട്. വിവാഹം കഴിക്കാത്ത യുവതി യുവാക്കന്മാർ, ഈ വാക്കുകളെ എന്നെങ്കിലും കേൾക്കുന്നവർ, അവരെ ആഗ്രഹിക്കണം, കർത്താവേ, ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തിട്ട് ഒരു മാനസാന്തരപ്പെട്ടിട്ട് ഒരു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യകരമായൊരു അനുഭവമാണ്. മനസ്സിലോ ശരീരത്തിലോ കറപറ്റാതെ, കളങ്കം പറ്റാതെ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായൊരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശരിയാണ്, ഞാനും പല പല തെറ്റുകളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ എനിക്കറിയാം, എൻ്റെ 22ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനുശേഷമാണ് വിവാഹം നടക്കുന്നത്, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഭാഗ്യമാണ്, അത് അനുഗ്രഹീതമായൊരു അനുഭവമാണ്. എന്നാൽ ഞാൻ ജനിച്ചത് അങ്ങനെയല്ല. എൻ്റെ മാതാപിതാക്കന്മാർ അവർ ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു. അവർക്ക് ദൈവമാരാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഞാനും ജനിച്ചു. എന്നാൽ കാലത്തിൻ്റെ ഒരു സമയത്ത്, ദൈവത്തിൻ്റെ ഒരു സമയത്ത് നിത്യനായ ദൈവത്തിൻ്റെ വിളി എൻ്റെ മേലും കടന്നു വന്നു. എൻ്റെ 22ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് ഞാൻ വീണ്ടും ജനിക്കാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ആ അനുഭവമാണ് എന്നെ ഇന്നുവരെ നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങ് വിദൂരം വിദൂരമെന്ന് നമുക്ക് തോന്നുന്നതിനെ അടുപ്പിച്ചു തരുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. എൻ്റെ പെങ്ങൾ സിന്ധുവാണ് ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിൽ മാനസാന്തരപ്പെട്ടത്. അന്ന് ദൈവം അവൾ കൊടുത്തൊരു വചനമുണ്ട്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. നിങ്ങളൊരാൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ കടന്നു വന്നു. ഇന്ന് ആദ്യമായി ഈ വചനങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. കൂട്ടായ്മയ്ക്കും ദൈവദാസന്മാർക്കുമെല്ലാം അതീതമായി നിന്നുകൊണ്ട് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്ന് തങ്കത്തിരു രക്തത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വചനമാണ്. അത് പറയുന്ന ദാനിയേലിന് കുറവുണ്ടായിരിക്കാം, അത് പറയുന്ന ദൈവമക്കൾക്ക് കുറവുണ്ടായിരിക്കാം. എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് നിങ്ങൾ കേട്ടുകൊള്ളൂ. നിങ്ങൾ ഇന്ന് ചിതറിയിരിക്കുകയാണോ? നിങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? എൻ്റെ കർത്താവേ, എൻ്റെ കൂടെ മുട്ടുകുത്താൻ എൻ്റെ ഭാര്യ വരുന്നില്ല, എൻ്റെ ഭർത്താവ് വരുന്നില്ല, എൻ്റെ മക്കൾ വരുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ. എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എൻ്റെ കുടുംബത്തിലെല്ലാവരും യേശുവിലേക്ക് കടന്നു വരും. ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കാൻ ആർക്ക് താല്പര്യം വരുന്നുണ്ട്? അതിന് സുറിയാനി വേണ്ട, അതിന് ഇംഗ്ലീഷ് വേണ്ട, അതിന് പാണ്ഡിത്യം വേണ്ട. ആകെ വേണ്ടത് ഇരുതുള്ളി കണ്ണുനീരാണ്, ഒരു നിഷ്കളങ്ക വിശ്വാസമാണ്. ഇപ്പോൾ നാം വിളിക്കുമ്പോൾ, എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് യേശു വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നയീനിലെ വിധവ യേശുവിനെ കണ്ടു, മാർത്തയും മറിയയും യേശുവിനെ കണ്ടു, അന്നത്തെ ശിഷ്യന്മാർ യേശുവിനെ കണ്ടു. നാം അക്ഷരികമായി യേശുവിനെ കണ്ടിട്ടില്ല, എന്നാൽ വിശ്വാസ കണ്ണുകളാൽ
എന്നാൽ എൻ്റെ പ്രിയരെ അതൊരു തോന്നലല്ല, അതൊരു സജീവ യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രിയരെ, യേശു സന്തോഷിക്കുന്നത് അനുഭവിച്ചുകൊണ്ട്, യേശു ദുഃഖിക്കുന്നത് അനുഭവിച്ചുകൊണ്ട്, യേശു സംസാരിക്കുന്നത് കേട്ടുകൊണ്ട്, യേശുവിൻ്റെ തലോടൽ അനുഭവിച്ചുകൊണ്ട്, പ്രാർത്ഥന യേശു കേട്ടു എന്നറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഇവിടെ നടകൊണ്ടിരിക്കുന്നത്. തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇതാ ഇസ്രായേലിന്റെ രാജാവിന്റെ എഴുന്നള്ളത്ത് ഇന്ന് സന്ധിയിലും നമുക്ക് തന്നിരിക്കുകയാണ്. വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ, വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ, വിശ്വാസത്തിന്റെ നായകൻ യേശുവേ, എൻ്റെ യേശുവേ, ഞാൻ സ്തുതിക്കട്ടെ, ഞാൻ ദൈവത്തെ വിളിക്കട്ടെ. എന്നെ വിളിച്ച ദൈവമേ, എൻ്റെ നാഥ, എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച കർത്താവേ, എൻ്റെ കണ്ണുനീരപ്പിത്തന്ന ദൈവമേ, എൻ്റെ സ്വഭാവം മാറ്റിയ ദൈവമേ, നരകയോഗ്യനായിരുന്ന എന്നെ സ്വർഗരാജ്യത്തിന് അവകാശമാക്കിയ എൻ്റെ യേശുവേ, കർത്താവേ, നാഥ, ഞങ്ങളുടെ പാരമ്പര്യത്തിലൊന്നുമില്ല, നമ്മുടെ പാരമ്പര്യത്തിലൊന്നുമില്ല, എന്നാൽ അനുഗ്രഹീതമായൊരു ജനനം, അനുഗ്രഹീതമായൊരു തുടക്കം കർത്താവ് നമുക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചോ, കർത്താവ് നമ്മുടെ അരികിലുണ്ട്, ദൈവം നമ്മുടെ അരികിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ശലോമോൻ വളർന്നു മുന്നോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ശലോമോൻ രാജാവ് രാജാവായി കഴിഞ്ഞപ്പോൾ ശലോമോൻ രാജാവ് ദൈവത്തിൻ്റെ ഉള്ളമങ്ങ് സന്തോഷിച്ചു. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് നമുക്കത് വായിച്ച് കേൾക്കേണ്ടത്. അതിന് തൊട്ട് മുമ്പ് 3:10 ശലോമോൻ ഈ കാര്യം ചോദിച്ചതിൽ ദൈവത്തിന് പ്രസാദമായി, ദൈവത്തിൻ്റെ ഉള്ളമങ്ങ് സന്തോഷിച്ചു. എന്താണ് ശലോമോന്റെ പ്രാർത്ഥനയിലെ ആ ഘടകം? 7-8 വാക്യങ്ങൾ വായിക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും. ശലോമോൻ രാജാവ് രാജാവായി അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ശലോമോൻ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ യഹോവേ, ഞാനൊരു ബാലനാണ്, ഈ അടിയന് ഈ ജനത്തെ നടത്താൻ യോഗ്യതയില്ല. ശലോമോൻ രാജാവ് പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് വലിയ ശത്രുസംഹാരം തരണ്ട, ദീർഘായുസ് തരണ്ട, എനിക്ക് വലിയ സമ്പത്ത് തരണ്ട. എനിക്ക് ആകെ വേണ്ടത് ഈ ജനത്തെ, അല്ലെങ്കിൽ തെറ്റും ശരിയും എന്തെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ഈ ജനത്തെ നടത്തുവാൻ, എനിക്ക് നടക്കുവാനുള്ളൊരു വിവേകം തന്നാൽ മതി. പ്രിയപ്പെട്ടവർ, ആ ചോദ്യം കേട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉള്ളം സന്തോഷിച്ചു. ശലോമോൻ ചോദിച്ചത് രാജാവിന് പ്രസാദമായി. നിത്യനായ ദൈവത്തെ പ്രസാദിപ്പിച്ചതായ ശലോമോൻ രാജാവ് അന്ന് ഉറക്കത്തിൽ, സ്വപ്നത്തിലാണ് ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെടുന്നത്. അബീമലേക്ക് രാജാവിന് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായി. ചിലർക്ക് പ്രവാചകന്മാർ മുഖാന്തരമായിരിക്കും, ദൈവം നേരിട്ടിടപെട്ട സംഭവങ്ങളുണ്ട്. പക്ഷേ ഉറങ്ങിക്കിടക്കുന്നതായ ശലോമോന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. 127-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കും, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇതെല്ലാം വായിക്കുമ്പോൾ നാം ആഗ്രഹിക്കാറുണ്ടോ, കർത്താവേ, എന്നെ നിൻ്റെ ഒരു പ്രിയനും പ്രിയ ശിഷ്യയുമാക്കി മാറ്റണമേ എന്ന്? ദൈവത്തിന് സ്തോത്രം. നാം രാത്രി വൈകി ഉറങ്ങുന്നതും, നാം കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മകന് സ്വർഗം അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ടവന്. ദാനിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഏറ്റവും പ്രിയ പുരുഷ, ബലപ്പെട്ടിരിക്കുക എന്ന്. ഒരു കാലത്ത് കള്ളനായിരുന്ന ഒനേസിമോസിനെ കുറിച്ച് ദൈവത്തിന് വചനം പറയുന്നു, ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ എൻ്റെ മകനെന്ന്. ഒനേസിമോസ് ഇപ്പോൾ വിശ്വസ്തനാണ്, അവൻ പ്രിയനാണ്. യോഹന്നാൻ ശ്ലീഹ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ദൈവത്തോട് ചോദിക്കാം, ആഗ്രഹിക്കാം, എൻ്റെ കർത്താവേ, ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഒരു പ്രിയ പൈതലായി എനിക്ക് ജീവിക്കണം. യോഹന്നാൻ ശ്ലീഹ ഒരിക്കൽ ഗായോസിനോട് പറഞ്ഞു, എൻ്റെ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട പൈതലായി മാറുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിത്യനായ ദൈവം ശലോമോന്റെ പ്രാർത്ഥനയിൽ സന്തോഷിച്ചു. എന്നാൽ ശലോമോന്റെ വീഴ്ച തുടങ്ങിക്കഴിഞ്ഞു. ഈ
ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ വായിച്ച അധ്യായത്തിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? അനന്തരം ശലോമോൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. തന്റെ അരമനയും യഹോവയുടെ ആലയവും യെരുശലേമിന് ചുറ്റും മതിലും പണിത് തീരുവോളം മതി. അവിടെ ശലോമോൻ രാജാവ്, യഹൂദ്യ പാരമ്പര്യത്തിൽ ജനിച്ച ശലോമോൻ രാജാവ് ഫറവോന്റെ പുത്രിയുമായി സംബന്ധം കൂടി വിവാഹം കഴിച്ചു, ഒരു ബന്ധം സ്ഥാപിച്ചു. അത് മോശീക ന്യായപ്രമാണത്തിന്റെ ലംഘനമാണ്. പക്ഷേ ഈ സംബന്ധം, ഈ വിവാഹം നടന്ന ശേഷമാണ് ദൈവം ശലോമോനോട് സ്വപ്നത്തിൽ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വപ്നത്തിൽ അരുളപ്പാട് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകൾ ഇരിക്കുമ്പോൾ തന്നെ, ചില പോരായ്മകൾ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ചില കാര്യങ്ങളിൽ നടത്തും. ദൈവത്തിൻ്റെ ചില നടത്തിപ്പുകളും അരുളപ്പാടുകളും നമുക്ക് കിട്ടും. ചില അത്ഭുതങ്ങളോ അടയാളങ്ങളോ നടക്കും. പക്ഷെ നാം അതിലേക്കല്ല നോക്കേണ്ടത്. ശലോമോന്റെ ജീവിതത്തിലേക്ക് നോക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ദൈവം ചിന്തിച്ചു, ദൈവം ആഗ്രഹിച്ചു, ഈ ശലോമോൻ ദാവീദിന്റെ തലമുറയിൽ ദാവീദിന്റെ മകനാണ്. ഇവൻ ഇങ്ങനൊരു കാര്യം ചോദിച്ചപ്പോൾ ദൈവം അവന് വലിയൊരു അനുഗ്രഹം കൊടുത്തു. മാത്രമല്ല, ശലോമോൻ രാജാവ് ദൈവാലയം പണിത് കഴിഞ്ഞപ്പോൾ ആ ദൈവാലയം മുഴുവൻ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു. ശലോമോൻ രാജാവ് ആ തേജസ്സിൽ നിറഞ്ഞു നിന്നു. ദൈവം ആഗ്രഹിച്ചു, ഇവരൊരു തെറ്റുപറ്റി, ശരിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. ഫറവോന്റെ മകളുമായി വിവാഹം കഴിക്കുക, ഒരു ബന്ധത്തിൽ ഏർപ്പെടുക. പ്രിയപ്പെട്ടവരെ, അതിന് ഒരു ബൈബിൾ പറയുന്നത് ശലോമോന് ചില ചിന്തകളുണ്ട് എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ രാജ്യപരമായ, രാജ്യഭരണത്തിൻ്റെ പരമായ പല പല കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെ വേണം, എന്നാലേ എനിക്കങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം ചില ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ ജോലിപരമായിട്ടോ സാമൂഹികമായി ജീവിക്കുമ്പോഴോ, ഇപ്പോൾ നാം എല്ലാം, ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുന്നു, നിങ്ങൾ യാക്കോബായ, അങ്ങനെ പല പല സഭകളിൽ നിൽക്കുന്നു. നാം നിൽക്കുമ്പോൾ നമുക്ക് തെറ്റല്ല എന്ന് തോന്നുന്നതായ ചില ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ളതായ സാഹചര്യങ്ങൾ വരും. പുറമേ നോക്കിയാൽ ഒരു തെറ്റും തോന്നുകയില്ല. എന്നാൽ അവിടെയെല്ലാം മറഞ്ഞിരിക്കുന്ന കെണികൾ, പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിൽ എന്നും മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് എങ്കിൽ ഒരു ദൈവവേദൽ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം. ശലോമോൻ രാജാവ് ഇതൊന്നും ചിന്തിച്ചല്ല ഈ സംബന്ധം കൂടിയത്. പക്ഷേ അത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കെണിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചോദിക്കട്ടെ, ഈ ലോകത്തിലെ ഏതെങ്കിലും ബന്ധനങ്ങൾ അല്ല ഇന്ന് അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇടപെട്ട് നിൽക്കുന്നുവെങ്കിൽ അതിവേഗം അതിൽ നിന്നെല്ലാം മാറിക്കൊള്ളുക. ക്രിസ്തുവിൻ്റെ വഴിയെ പോകുന്നവർക്ക് ഈ ലോകത്തിലെ കൂട്ടുകെട്ടുകളും ചില ചുറ്റുപാടുകളും ചില ബന്ധങ്ങളുമെല്ലാം അപകടങ്ങൾ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. എല്ലാ അപകടമാണെന്ന് പറയുന്നില്ല, എന്നാൽ അതെല്ലാം നോക്കിക്കണ്ട് പരിജ്ഞാനത്തോടെ വേണം നാം അത് ചെയ്യാൻ. ഇതിൽ ശലോമോൻ രാജാവ് ചെയ്തത് മോശയിക ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാണ്. ലംഘനം ദൈവം ഒരിക്കലും പൊറുക്കില്ല. ദൈവവചനത്തിൻ്റെ ലംഘനം ദൈവത്തിന് സഹിക്കവയ്യ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഈ സന്ധ്യയിൽ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാനത് മാറ്റുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും തരണമേ. ചില അതിർവരമ്പുകൾ ഞാൻ ലംഘിച്ചുപോയി. എന്തിലാണ്? എൻ്റെ സംസാരത്തിലാണോ, എൻ്റെ നോട്ടത്തിലാണോ? എല്ലാത്തിനും ഒരു അതിര് വയ്ക്കണം. കടലിന് അതിര് വെച്ചവനാണ് ജീവനുള്ള ദൈവം. പ്രിയപ്പെട്ടവരെ, വെള്ളത്തിന് അതിര് വെച്ചവനാണ് ജീവനുള്ള ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന വെള്ളം അത് തുളുമ്പിപ്പോകുന്ന ജീവിതമായിരിക്കരുത്. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല എന്ന് യാക്കോബ് പിതാവ് മരണക്കിടക്കയിൽ വെച്ച തൻ്റെ മൂത്ത മകനായ രൂബേൻ ഏറ്റവും അഴുക്കായ കാര്യം ചെയ്തവനാണ്. അവൻ അടുക്കൽ വന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, നീ എൻ്റെ കിടക്കയെ അശുദ്ധമാക്കി വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോൾ ഒന്ന് മനസ്സിൽ കാണുക, എൻ്റെ കർത്താവേ, ഞാൻ തുളുമ്പുന്ന സംസാരമുള്ളവനും തുളുമ്പുന്ന നോട്ടമുള്ളവനും തുളുമ്പുന്ന വികാരങ്ങളുള്ളവനും തുളുമ്പുന്ന ചിന്തകളുള്ളവനും കർത്താവേ, തുളുമ്പുന്ന എൻ്റെ ജീവിതചര്യകളും ഉള്ളവനാണോ? എഴുതി വെച്ചുകൊള്ളൂ, നിങ്ങൾ ശ്രേഷ്ഠയാകില്ല, നിങ്ങൾ ശ്രേഷ്ഠനാകില്ല. ഞാൻ ഈ വചനം പറഞ്ഞു എന്നുള്ളത് കൊണ്ടും ഞാനും ശ്രേഷ്ഠനാകില്ല. എൻ്റെ ജീവിതത്തിൽ പോരായ്മ
ഭൂമിയുണ്ടെങ്കിൽ അതിൻ്റെ കെടുതി ഞാൻ അനുഭവിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ലംഘനം ഒരിക്കലും ദൈവം പൊറുക്കുകയില്ല. അവിടെ തുടങ്ങി ശലോമോന്റെ വീഴ്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കേണ്ട ശലോമോൻ ഇതാ വീഴാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം എന്താണ്? അവൻ ആദ്യം ദൈവത്തോട് ധനമൊന്നും സമ്പത്ത് ചോദിച്ചില്ല. എന്നാൽ 1 രാജാക്കന്മാർ 10-ാം അധ്യായം വായിക്കുമ്പോൾ ശലോമോന്റെ സമ്പത്ത്, ശലോമോന്റെ സ്വത്തുവകകൾ അത് അവന് വലിയൊരു വിഗ്രഹമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. നമ്മുടെ മനസ്സിൽ നാം നോക്കിയാൽ ഇപ്പോൾ എനിക്ക് ഒരു ദ്രവ്യാഗ്രഹം ഉണ്ടെന്ന് എനിക്ക് പുറമേ തോന്നിയെന്നിരിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവർ. എന്നാൽ ജീവിതത്തിന് ചില മേഖലകളിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോഴാണ്, പറയാറില്ലേ, നാം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ചില കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ പൈസയുടെ പിടുത്തം മനസ്സിലാകുന്നത്. നമ്മൾ അന്യായമായി സമ്പാദിക്കില്ല, പക്ഷേ അതിനുള്ളതായി ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ശലോമോൻ ആ ബന്ധനത്തിൽ ചെന്ന് ചാടി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് കാക്ഷിച്ചിട്ട് മനുഷ്യർ പലവിധ ദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സിൻ ഈസ് ദ ലവ് ഫോർ മണി എന്നാണ് ലിവിങ് ബൈബിളിൽ. നാം വിചാരിക്കും ഒരു കൊലപാതകം, ഒരു വ്യഭിചാരം, ഇതൊക്കെയായിരിക്കും ആദ്യത്തെ പാപങ്ങളിൽ തുടങ്ങുന്നതെന്ന്. പക്ഷെ ദൈവത്തിന് വചനം പറയുന്നു, ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിൻ്റെയും മൂലമായിട്ട് വരുന്നത്, ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. വീണ്ടും ശലോമോൻ അന്ന് ശത്രു സംഹാരം ചോദിച്ചില്ല, ആയുധങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ വീട്ടിൽ വായിച്ചാലും മതി, 1 രാജാക്കന്മാർ 10-ാം അധ്യായം മുഴുവൻ ശലോമോന്റെ ആയുധപ്പുരകൾ, യുദ്ധസാമഗ്രികൾ. ശലോമോന്റെ അപ്പനായ ദാവീദിന് അറിയാമായിരുന്നു ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. പ്രിയപ്പെട്ടവരെ, കുതിര കൊണ്ടൊന്നും ആരും ജയിക്കാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള യുദ്ധം യഹോവയ്ക്കുള്ളതത്രേ എന്ന് ദാവീദിന് അറിയാമായിരുന്നു. പക്ഷേ അതറിയാവുന്ന ശലോമോൻ തൻ്റെ ജീവിതത്തിൽ ആയുധങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി. വീണ്ടും വീണു. അടുത്തെന്താണ്? അന്യ സ്ത്രീകൾ. അവിടെ ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാർ 11-1 മുതൽ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ മതി ഇങ്ങനെയുള്ള അന്യജാതിക്കാരത്തികളായ ഈ പറയുന്നതൊന്നും ഇവരുടെ 10-ാം തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞതായ നിത്യനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമിരിക്കെ ദൈവത്തിന്റെ ആലയം പണിത ശലോമോൻ ദൈവം വെറുക്കുന്ന ജാതികളുമായി അവൻ ബന്ധത്തിൽപ്പെട്ടു, അവൻ വിവാഹം കഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം വെറുക്കുന്ന കാര്യങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. പിന്നെ പറയുന്നു വിഗ്രഹാരാധന. അവൻ ആ കാലത്തെ ഏറ്റവും പ്രശസ്തമായ അസ്തരോത്ത്, മിൽക്ക മുതലായ ദേവിമാരുടെ പിന്നാലെ പോയി. അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. നാം എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യനെയും ഉയർത്തരുത്, ഒരു മനുഷ്യൻ്റെയും പേര് പോലും നിവൃത്തിയുണ്ടെങ്കിൽ പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഉയർത്താനും പറയാനും കൊള്ളാകുന്ന ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. ആകാശത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ഭൂമിക്ക് കീഴെയാണെങ്കിലും അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഒരു മനുഷ്യനുമല്ല നമ്മെ നടത്തിയത്, ഒരു മനുഷ്യനുമല്ല നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ് എങ്കിൽ മനുഷ്യരുടെ പിന്നാലെയോ വിഗ്രഹങ്ങളുടെ പിന്നാലെയോ നാം പോകരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ വീടുകളിൽ ഏതെങ്കിലും വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? വിഗ്രഹങ്ങൾ പോലെ ഏതെങ്കിലും ആചാരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, നിങ്ങളുടെ ജീവിതചര്യകളിലുണ്ടോ? എല്ലാം ദൈവം വെറുക്കുന്നതാണ്. വിഗ്രഹാരാധന പാടില്ല, അന്യ ദൈവങ്ങൾ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഹൃദയം അങ്ങനെ ഈ ലോകത്തിലേക്ക് വശീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ബന്ധത്തിൽ തുടങ്ങിയതാണ്, ഒരു വിവാഹബന്ധത്തിൽ തുടങ്ങിയതാണ്. അവൻ്റെ ഹൃദയം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, സത്യദൈവത്തിൽ നകന്നുപോയി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മോട് പറഞ്ഞത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ,
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോയൊരു മനുഷ്യൻ്റെ ഹൃദയം, അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ അങ്ങനെയാണെങ്കിൽ ആ ഹൃദയത്തിലെ പാടുകൾ പൊട്ടുകളെല്ലാം നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രത്തിലൂടെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. ജീവന്റെ ഉത്ഭവം നമ്മുടെ ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ. എന്ത് ഹൃദയത്തിലുണ്ടോ അത് കണ്ണിൽ കൂടി വെളിപ്പെടും, അത് സംസാരത്തിൽ കൂടി വെളിപ്പെടും, അത് വസ്ത്രധാരണത്തിലൂടെ വെളിപ്പെടും, നമ്മുടെ ശരീരഭാഷയിൽ വെളിപ്പെടും, നമ്മുടെ കൂട്ടായ്മ ആചരണത്തിൽ അത് വെളിപ്പെടും, എല്ലായിടത്തും വെളിപ്പെടും. ഹൃദയം ക്രിസ്തുവിനോട് ഏകാഗ്രവും നിർമ്മലവുമായിരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇന്ന് ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒറ്റ ഹൃദയമാണ്. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ സ്നേഹം എന്നും നമ്മുടെ മധ്യത്തിലേക്ക് ആവലോടെ ഇറങ്ങി വരുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആര് സാക്ഷ്യം പറയണം, ആര് പ്രസംഗിക്കണം, ആർക്കും സ്ഥാനമാനങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. എല്ലാം മഹത്വം യേശുവിന്. ആര് വലുത്, ആര് ചെറുത്, ആര് പ്രസംഗിക്കുമ്പോഴാണ്, ആര് സാക്ഷ്യം പറയുമ്പോഴാണ്, ഒന്നും വിശകലനം ചെയ്യുന്നില്ല. എല്ലാം ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, യേശുക്രിസ്തുവിലേക്ക് മാത്രം. നമ്മുടെ ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, കർത്താവേ ഞങ്ങളുടെ ഹൃദയം ക്രിസ്തുവിൽ നിന്ന് ആ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ഒരു നാളും വഷളായി പോകരുതേ എന്നുള്ള പ്രാർത്ഥന അന്ന് കൊരിന്ത്യരോട് അപ്പോസ്തലൻ പറഞ്ഞു. അത് ഇന്ന് നമ്മളോട് പറയുന്നു. നാളെ ദൈവം കൃപ അത് നാളെ തന്നെ പറയുന്നു. നമ്മുടെ മരണം വരെയോ യേശുക്രിസ്തുവിന് രണ്ടാമത്തെ വരെയോ ഇത് തന്നെ നാം പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ എൻ്റെ മനസ്സ്, കർത്താവേ അത് കാണുന്ന ദൈവമേ നീ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹൃദയം, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ട്, എൻ്റെ ബോധമനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്താണ് അത് കാണുന്നത്? നീ മാത്രമേ ഉള്ളൂ യേശുവേ. എൻ്റെ ജീവിതത്തിൽ മുഴുവനും യേശുമയമായി മാറിയോ? കർത്താവേ എനിക്കൊരു ഏകാഗ്രതയുണ്ടോ? ഞാൻ വിളിക്കുമ്പോൾ യേശു എൻ്റെ അരികിൽ വരുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഏകാഗ്രതയുണ്ടോ? വചനം വായിക്കുമ്പോൾ ഏകാഗ്രതയുണ്ടോ? ദൈവവേലയിൽ ഏകാഗ്രതയുണ്ടോ? ഇന്നും എൻ്റെ ഹൃദയത്തിൽ മാറേണ്ട അനേകം കാര്യങ്ങളുണ്ട് കർത്താവേ. ഇന്നും എൻ്റെ വസ്ത്രം വിശുദ്ധമല്ല, അതിൽ കറയുണ്ട്, കളങ്കമുണ്ട് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ എന്നാണ് ദൈവത്തിന്റെ വചനം. കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്, സമർപ്പിക്കേണ്ട സമയമാണ്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടിൻ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കേണ്ട സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെ ഏത് മൂലയിലാണ് കറ പറ്റിയത്? എവിടെയാണ് അഴുക്ക് പറ്റിയത്? എവിടെയാണ് പാപം വന്നു വീണത്? എവിടെയാണ് ഏകാഗ്രത പോയത്? എവിടെയാണ് ചോദ്യം വന്നത്? എവിടെയാണ് അശുദ്ധി അകത്തേക്ക് കയറി വന്നത്? എവിടെയാണ് ദുശ്ചിന്ത വന്നത്? കണ്ടുപിടി. എവിടെയാണ് വിഗ്രഹം വന്നത്? എവിടെയാണ് വേണ്ടാത്ത ബന്ധങ്ങൾ വന്നത്? എൻ്റെ ജീവിതത്തെ പിശാച് തകർത്ത് കളഞ്ഞത് എവിടെയാണ്? മകനേ, നിന്റെ ഹൃദയത്തിൽ ഒരു മ്ലാനത നിൽക്കുന്നുണ്ടല്ലോ. വേണ്ടായിരുന്നു എന്ന്. മകളെ, നിന്റെ ഹൃദയത്തിൽ ഒരു മടുപ്പ് നിൽക്കുന്നുണ്ടല്ലോ. പറ്റുന്നില്ല എന്ന്. ഇതാ ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ എവിടെയോ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, എവിടെയോ കളങ്കം പറ്റിയിരിക്കുന്നു. ശലോമോൻ രാജാവിന് അത് തിരുത്താൻ പറ്റിയില്ല. എന്നാൽ ഈ കൃപയുടെ കാലത്ത് കുഞ്ഞാൻ രക്തത്തിൽ ഞങ്ങളെ അങ്കി അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. അലക്കി വെളുപ്പിക്കാൻ, വസ്ത്രം മുക്കിയെടുക്കുവാൻ കുഞ്ഞാടിൻ രക്തമാണ് ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴുകാൽ പ്രാപിക്കാതെ പോകല്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവേ എന്നെ കഴുകണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവേ എന്നെ കഴുകണമേ. ഞാൻ ആത്മീയ കോളത്തിൽ പട്ടുപോയൊരു മനുഷ്യന്റെ ചരിത്രമായി മാറാൻ ഒരു നാൾ ഇവിടെ വരല്ലേ. യേശുവേ എന്നെ പിടിച്ചോളണേ, എന്നെ താങ്ങിക്കൊള്ളണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്നെ നിന്റെ രക്തത്താൽ കഴുകണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോൾ ഉറക്കെ ആഗ്രഹമുള്ളവര് അവര് പ്രാർത്ഥിക്കൂ. യേശുവേ നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ നിന്റെ തിരുരക്തത്താൽ എന്നെ മുഴുവനായി ഒന്ന് കഴുകണമേ. യേശുവേ നിന്റെ തിരുരക്തത്താൽ എന്നെ മുഴുവനായി ഒന്ന് കഴുകണമേ. ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചവർ മാത്രം അവിടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറയൂ, യേശുവേ, എൻ്റെ യേശുവേ, നീ എന്നെ കഴുകിയതിനാൽ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശബ്ദം ഉയർത്തി പറഞ്ഞുകൊള്ളൂ, തീരുമാനം പറഞ്ഞുകൊള്ളു. കർത്താവേ, ഞാൻ ഇന്നു മുതൽ യേശുവിന്റെ വക എന്ന്. യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകിയതിനാൽ ഇന്നു മുതൽ
മുതൽ ഞാൻ നിന്റെ വക, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. കർത്താവേ, കർത്താവേ, ഇന്നു മുതൽ എന്റെ ജീവിത വസ്ത്രം എന്റെ ജീവിത വസ്ത്രം അഴുക്കായി പോകാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. പ്രിയപ്പെട്ടവരെ, ആ തീരുമാനം കർത്താവ് അംഗീകരിക്കട്ടെ. കർത്താവ് ദരങ്ങളുടെ കരത്തിൽ പിടിക്കട്ടെ. നമ്മെ കഴുകുന്ന രക്തം ഇറങ്ങി വന്ന് നമ്മെ വെടിപ്പാക്കട്ടെ. കരങ്ങൾ താഴ്ത്തിയിടാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഉള്ളത്തിൽ ആ തിരുരക്തത്തെ സ്തുതിക്കാം, കുഞ്ഞാടിനെ മഹത്വപ്പെടുത്താം. യേശുവേ, സ്നേഹം നിറഞ്ഞ കർത്താവേ, നല്ലവനായ ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത വസ്ത്രത്തെ കഴുകിത്തരുന്ന കുഞ്ഞാടിന്റെ തങ്കത്തിൽ രക്തത്തിനായി സ്തുതി. നാഥാ, ഞങ്ങൾ വീണ്ടും അത്രപാത്തിൽ സമർപ്പിക്കുന്നു. മരണത്തോളം ഞങ്ങൾ നിന്റെ വക. ക്രിസ്തുവിനോളേകാകരി നിർമ്മലി വിട്ടുപോകാതെ അന്ത്യത്തോളം ജീവിക്കുവാൻ കർത്താവേ, നിന്റെ ജീവനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പകരണമേ. ആ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കണമേ. നീ ഞങ്ങളെപ്പോൾ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കണമേ. കൂട്ടായ്മയോടെ നടത്തണമേ. ദൈവ മക്കളെയോടെ നടത്തണമേ. ഇനി ഞങ്ങൾ കൂടി കാണും വരെ കൃപയെ ഞങ്ങളെ പരിപാലിക്കണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ